ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി മട്ടൻ ബിരിയാണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 kg മട്ടനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ച് വെക്കുക. ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ഒരു 4 വലിയ സവാള, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളക്, 4 തക്കാളി എന്നിവ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ബിരിയാണി മസാല പൗഡർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലേൻ്റെ പൊടി അതൊരു 1/2 ടീസ്പൂണും പിന്നെ വേവിച്ച് വെച്ച മട്ടണും ഇതിലേക്ക് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് തൈരും മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്ക, ബേ ലീവ്സ്, ചെറിയ ജീരകം എന്നിവ ഇട്ടൊന്ന് തിളപ്പിക്കുക. അതിന് ശേഷം തിളച്ച് വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും അതിലേക്ക് ചേർക്കുക. പിന്നെ അരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. അതിനുശേഷം ഒരു 75% അരി വെന്തെന്ന് തോന്നുമ്പോൾ അതിലേക്ക് ക്യാരറ്റ്, മല്ലിയില, പുതിനയില എന്നിവ ഇട്ടിട്ടൊന്ന് തിളപ്പിക്കുക. അരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുക. പിന്നെ മസാലയും അരിയും കൂടി ദം ചെയ്ത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് സെർവ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലാട്ടോ. നിങ്ങൾ കണ്ടുക്കണത് പണ്ട് കാലത്തൊക്കെ ബിരിയാണി കല്യാണ വീടുകളിൽ വിളമ്പിയിട്ടുള്ളത് ഈ പാത്രത്തിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഒരു എഗ്ഗൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ ഇതിലൊന്ന് എല്ലാവർക്കും സെർവ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റുള്ളൊരു മട്ടൻ ബിരിയാണിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.